നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കാത്തുപരിപാലിക്കുന്ന നമ്മുടെ നല്ല ദൈവം നമുക്ക് ഒരു ദിവസം കൂടി ദാനമായിട്ട് നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. നല്ല ദൈവത്തിന്, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുത്ത് ഇന്നത്തെ ദിവസമായിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് നമ്മുടെ മുന്നിലുള്ള എല്ലാ ജീവിത തടസ്സങ്ങള് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം. ദുർഘടമായിട്ടുള്ള നമ്മുടെ ജീവിതയാത്ര, പ്രതിസന്ധികള്, പ്രശ്നങ്ങള് എങ്ങനെ പരിഹരിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കുക, ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ സൈന്യബലമില്ല, പണബലമില്ല, ആൾബലമില്ല, കരബലമില്ല. പക്ഷെ ദൈവത്തിന്റെ ബലം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തില് 31:6 നമ്മളോട് പറയുന്നുണ്ട്: ദൈവമായ കർത്താവ് ശക്തരും ധീരനുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി. ഒരുപക്ഷെ നമുക്കെതിരെ കടന്നു വരുന്ന വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കും, അനുഭവങ്ങളായിരിക്കാം, എന്തുമാകട്ടെ, ദുഃഖങ്ങളോ സങ്കടങ്ങളോ വേദനകളോ നമ്പരങ്ങളോ രോഗങ്ങളോ രോഗപ്പീഠകളോ. പക്ഷെ അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിന്റെ കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയില്ല. നമുക്ക് വിശ്വസിക്കാം, ഒരു തരത്തിലും നമ്മളെ കൈവിടാത്ത ദൈവം നമ്മളെ നിരാശപ്പെടുത്തുവാനോ പരിത്യജിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുവാനോ അപമാനിക്കപ്പെടുവാനോ നമ്മെ അനുവദിക്കാതെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളോട് ഉറപ്പ് പറയുകയാണ്. നമുക്ക് വിശ്വസിക്കാം, ആ നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും. പ്രത്യേകിച്ചും ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 28-ാം അധ്യായത്തിൽ 15-ാം തിരുവചനം നമ്മളെ ഓർപ്പെടുന്ന കാര്യം ഉണ്ട്: ഇതാ, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്ത് സംരക്ഷിക്കും. യാക്കോബിനോട് ദൈവമായ കർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ്: നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. നമ്മളോട് ദൈവമായ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടെ നടക്കുന്നവൻ താങ്ങും തണലുമായിട്ട്, ആശ്വാസം നൽകുവാന്, സൗഖ്യപ്പെടുത്തുവാന്, വഴിയും സത്യം ജീവനുമായിട്ട് ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ആ ദൈവത്തിൽ പരിപൂർണമായിട്ടും നമുക്ക് വിശ്വസിക്കാം. വചനമായ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ വചനമായ ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് കൊട്ടുകെട്ടി നമ്മളെ അനുഗ്രഹിക്കും. പുറപ്പാടിന്റെ പുസ്തകം 33:14 പറയുന്ന പോലെ കർത്താവ് പറയുകയാണ്: ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ദുർഘടമായിട്ടുള്ള നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങള് നമുക്ക് ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവെ, ഈ വാഗ്ദാനം വിശ്വസ്തനായ ദൈവത്തിന്റെ വചനത്തിൽ പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മുന്നോട്ടുള്ള സാധ്യതകളെ, അസാധ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങള് ദൈവമേ അങ്ങയുടെ കരുണാർദ്രമായ സ്നേഹത്താൽ, വചനത്താല് സാധ്യതമാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമുക്ക് ഓരോരുത്തർക്കും നല്ല ദിവസം ആശംസിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ.